ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോളൻ വാൾ എന്ന് പറയുന്നൊരു ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ പോളൻ വാൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. പോളൻ വാളിനെ കുറിച്ചിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കണ്ടത്. അപ്പോൾ 2 മാർക്കിനുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പോളൻ വാൾ അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ട്രാറ്റിഫൈഡ് പ്രൊട്ടക്റ്റീവ് വാൾ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ, സ്പോറോഡേം എന്നുള്ളത്. ഇനി ആൻജിയോസ്പോമിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലെയേഴ്സാണ് ഉള്ളത്. ഏറ്റവും പുറത്തുള്ള എക്സൈനും ഏറ്റവും ഉള്ളിലുള്ള ഇൻറ്റൈനും. ഓക്കെ, ഈ ഇൻറ്റൈൻ എന്ന് പറയുന്നത് എന്താണ്, പെക്ടോസെല്ലുലോസിക് ആയിട്ടുള്ളൊരു പെക്ടോസെല്ലുലോസിക് ആണ് എന്ത് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. അത് എന്താണ്, അസറ്റോലൈസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രോയ് ആയി പോകും ഈ ഇൻറ്റൈൻ എന്ന് പറയുന്ന ലെയർ. ഇനി പുറത്തുള്ള ലെയറാണ് എന്ത്, എക്സൈൻ എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മൾ സ്പോറോപോളനിൻ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്പോറോപോളനിൻ എന്ന് പറയുന്നത് കെരോട്ടിനോയിഡിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, അസറ്റോലൈസിസിനും അതുപോലെ തന്നെ നാച്ചുറൽ ഡീക്കേക്കൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ സ്പോറോപോളനിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എക്സൈൻ എന്താണ്, പെട്ടെന്ന് നശിച്ചു പോവില്ല. അതുകൊണ്ട് എന്തായിട്ട് കിട്ടും, നമുക്ക് ഫോസിൽ ഡെപ്പോസിറ്റിലൊക്കെ ഈ ഒരു പോളൻ വാൾസ് പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എക്സൈൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഈ എക്സൈന് സ്കൾപ്ചേർഡ് അല്ലെങ്കിൽ ഓർണമെൻറ്റഡ് ആയിട്ടായിരിക്കും ഈ എക്സൈൻ ഉണ്ടാവും. അതായത് പല പല ഡിസൈൻസ് ഉണ്ടാവും. അതായത് ഈ പോളൻ ഗ്രെയിൻസിൻ്റെ പുറത്തുള്ള വാളായിട്ടുള്ള എക്സൈന് ഇങ്ങനെ കൊത്തുപണികൾ പോലെ, സ്കൾപ്ചറിങ് പോലെ അല്ലെങ്കിൽ ഡിസൈനുകൾ ഉണ്ടാവും പല രീതിയിൽ. ഓരോ പോളൻ ഗ്രെയിൻസിനും പല പല രീതിയിലുള്ള സ്കൾപ്ചറിങ് ആയിരിക്കും ഉണ്ടാവുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻ കിട്ടിയതാൽ ഇത് ഏത് പ്ലാന്റിൻ്റെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ സ്കൾപ്ചറിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ ഈ ഒരു സ്കൾപ്ചറിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു പോളൻ ഗ്രെയിനിന് 2 ലെയേഴ്സാണ് ഉള്ളത്. ഏറ്റവും പുറത്തുള്ള എക്സൈനും ഏറ്റവും ഉള്ളിലുള്ള ഇൻറ്റൈനും. ഇനി എക്സൈൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ലെയേഴ്സ് കൊണ്ടാണ്. 2 വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലെയേഴ്സാണ്. ഒന്ന് സ്കൾപ്ചേർഡ് ആയിട്ടുള്ള, ഏറ്റവും പുറത്ത് കാണുന്ന സ്കൾപ്ചേർഡ് ആയിട്ടുള്ള സെക്സൈനും ഏറ്റവും ഉള്ളിൽ കാണുന്ന നോൺ സ്കൾപ്ചേർഡ് ആയിട്ടുള്ള നെക്സൈനും. നമ്മൾ പറഞ്ഞു എക്സൈൻ എന്ന് പറയുന്നത് സ്കൾപ്ചേർഡ് ആണ്. അത് ഏത് ലെയറാണ്, എക്സൈൻ്റെ ഏത് ലെയറാണ് സ്കൾപ്ചേർഡ്, സെക്സൈൻ എന്ന് പറയുന്ന ഒരു ലെയറാണ് എന്ത്, സ്കൾപ്ചേർഡ് ആയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ലെയർ എന്ന് പറയുന്നത് എന്താണ്, നോൺ സ്കൾപ്ചേർഡ് ആണ്. അതിൻ്റെ പേരാണ് എന്ത്, നെക്സൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻറ്റൈന് നമ്മുടെ പോളൻ വാളിൻ്റെ 2 ലെയേഴ്സാണ് എന്ത്, ഇൻറ്റൈനും എക്സൈനും. ഓക്കെ, ഈ എക്സൈന്, ഇൻറ്റൈനും എക്സൈനും, ഈ എക്സൈന് 2 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്ത് കാണുന്ന സ്കൾപ്ചേർഡ് ആയിട്ടുള്ള സെക്സൈനും നോൺ സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ഉള്ളിൽ കാണുന്ന നെക്സൈനും. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്സൈൻ്റെ ഡിഫറൻസിയേഷനാണ്. ഈ സെക്സൈന് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും പുറത്തുള്ള ടെക്റ്റും ഏറ്റവും ഉള്ളിലുള്ള ബാക്കുല അല്ലെങ്കിൽ കോളുമല്ലേ. ഈ ടെക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ പാർഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് കവറിങ് ലെയർ ആയിരിക്കും. ബാക്കുല എന്ന് പറയുന്നത് ഒരു ലെയർ ഓഫ് റോഡ്സ് അല്ലെങ്കിൽ റോഡ് ലൈക്ക് എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഈ ബാക്കുല എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഈ ടെക്റ്റത്തുനിന്ന് ഹാങ് ചെയ്യുന്ന രീതിയിലായിരിക്കും. കാരിയോഫില്ലേസിയ ഫാമിലിയിലൊക്കെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. അതുപോലെ കമ്പോസിറ്റ ഫാമിലിയിൽ ഈ ബാക്കുല എന്ന് പറയുന്നത് പ്രോക്സിമലി അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ്ലി ബ്രാഞ്ചഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ്സ് ഒന്നെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടായിരിക്കും കാണുക ഇതിൽ കമ്പോസിറ്റയിൽ. കാരിയോഫില്ലേസിൽ ഇങ്ങനെ ടെക്റ്റത്തുനിന്ന് ഹാങ് ചെയ്യുന്ന രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. ഇനി ഈ ടെക്റ്റം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പോളന്നെ ഈ ടെക്റ്റം വെച്ചിട്ട് എന്താണ് 2 പറയാം. ഒന്നെങ്കിൽ ടെക്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ്, നോൺ ടെക്റ്റേറ്റ്. ഇതിൽ ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം, അതായത് ടെക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെക്റ്റം ഉണ്ടായിരിക്കും. നോൺ ടെക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ടെക്റ്റം ഇല്ലാത്തതിനെയാണ് നമ്മൾ നോൺ ടെക്റ്റേറ്റ് എന്ന് പറയാം. ഇനി ഈ ടെക്റ്റേറ്റ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് പെർടെക്റ്റേറ്റ് ഉണ്ട്, സബ് ടെക്റ്റേറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ ടെക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാർഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കും. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെക്റ്റത്തിനെയാണ് നമ്മൾ പെർടെക്റ്റേറ്റ് എന്ന് പറയുക. ഇനി സബ് ടെക്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ആയിട്ടുള്ള ടെക്റ്റം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, സബ് ടെക്റ്റേറ്റ് എന്ന് പറയാം. ഈ സബ് ടെക്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ്, അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ ഈ ബാക്കുല എന്ന് പറയുന്നത് ഈ ടെക്റ്റത്തിൻ്റെ ഇടയിൽ കാണും, ഈ ടെക്റ്റൽ ലെയറിൻ്റെ ഇടയിൽ കാണും. അങ്ങനത്തെ
റോഡ്സ് ഓഫ് ബാക്കുലയാണ് നമ്മൾ ഇൻട്രാടെക്റ്റൽ എന്നാണ് പറയുക. അതായത് ഈ ടെക്റ്റത്തിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു ടെക്റ്റം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എന്ത് കാണാൻ പറ്റും? ബാക്കുല കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇൻട്രാടെക്റ്റൽ എന്നാണ് പറയുക. അല്ലാതെ കോമൺ ആയിട്ട് ഉള്ള ഒരു എന്താണ് ഇൻട്രാടെക്റ്റൽ ബാക്കുല എന്നാണ് പറയുക. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്കുലയാണ് എന്ത്? ഇൻഫ്രാടെക്റ്റൽ ബാക്കുല. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ടെക്റ്റ് എന്ന് പറയുന്ന ലെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നത്. പക്ഷേ ഇൻട്രാടെക്റ്റൽ എന്ന് പറഞ്ഞാൽ ടെക്റ്റത്തിൻ്റെ ഇടയിൽ കാണുന്നതാണ് എന്ത്? ഇൻട്രാടെക്റ്റൽ ബാക്കുല എന്ന് പറയുന്നത്. ഇൻഫ്രാടെക്റ്റൽ എന്ന് പറഞ്ഞാൽ ടെക്റ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഒരു ലെയറാണ് എന്ത്? ഇൻഫ്രാടെക്റ്റൽ ബാക്കുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബാക്കുല എന്ന് പറയുന്നത് ആൻജിയോസ്പേമിൻ്റെ എക്സൈനിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ 2 ലെയേഴ്സ് ഉണ്ട്, സെക്സൈനും നെക്സൈനും പറഞ്ഞു. നോൺ സ്കൾപ്ചേർഡ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ആ നെക്സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോമോജീനസ് ആയിട്ടുള്ള ലെയർ അല്ല. അതിന് അറ്റ്ലീസ്റ്റ് 2 ലെയേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും. അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി അതുപോലെ തന്നെ സ്റ്റെയിനിങ് കപ്പാസിറ്റിയും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ നെക്സൈൻ്റെ ലെയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. എർഡറ്റ്മാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിനെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഔട്ട് സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് നമ്പർ ചെയ്തിട്ടുണ്ട്. അത് ഒന്നാണ് എന്ത്? നെക്സൈൻ 1ഉം നെക്സൈൻ 2ഉം. ഓക്കെ, 2 അതിലധികമോ ഉണ്ടാവാം. അറ്റ്ലീസ്റ്റ് 2 2 ലെയർ ഓഫ് നെക്സൈനെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഈ നെക്സൈൻ 1 നെക്സൈൻ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? നെയിം ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? നമ്മുടെ പോളൻ വാളുണ്ടാക്കിയിരിക്കുന്നത് 2 ലെയേഴ്സ് കൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഏറ്റവും പുറത്ത് കാണുന്ന എക്സൈൻ അല്ലേ? ഏറ്റവും പുറത്ത് കാണുന്ന എക്സൈനും ഏറ്റവും ഉള്ളിൽ കാണുന്ന ഇൻറ്റൈനും. ഈ 2 ലെയേഴ്സ് കൊണ്ടാണ് എന്ത്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പോളൻ വാളിൻ്റെ ലെയേഴ്സാണ് ഏതൊക്കെ? ഈ എക്സൈനും ഇൻറ്റൈനും. അപ്പോൾ പോളൻ വാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് 2 ലെയേഴ്സ്, എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ എന്ന് പറയാം. പിന്നെ എന്ത് പറയാം? ഈ ഇൻറ്റൈൻ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കാണുന്നതാണ്, പെക്ടോസെല്ലുലോസിക്കാണ്. ഓക്കെ, എക്സൈൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറത്ത് കാണുന്നതാണ്. അത് സ്പോറോപോളിൻ എന്ന് പറയുന്ന ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് ഉണ്ടായതാണ്. ആ ഒരു സ്പോറോപോളിൻ എന്ന് പറയുന്നത് കാരോട്ടീൻ്റെ ഡെറിവേറ്റീവാണ്. അതെന്താണ്? നാച്ചുറൽ ഡീക്കേക്കൊന്നും വിധേയമാവാത്തതുകൊണ്ട് തന്നെ ഫോസിലായിട്ട് കിടക്കും, പ്രിസർവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പിന്നെ പറയുന്നത് എന്താണ്? എക്സൈനിൻ്റെ ഔട്ടർ ലെയറിന് എന്താണ്? ഔട്ടർ ലെയർ ആയിട്ടുള്ള ഈ എക്സൈനിന് സ്കൾപ്ചറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? പലതരത്തിലുള്ള ഡിസൈനുകളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു എക്സൈൻ ലെയറിനെന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റ്സിനെ ആ ഒരു സ്കൾപ്ചറിങ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ പോളൻ വാൾ എന്നുള്ളത് ജസ്റ്റ് 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ ആ ഒരു പോയിൻറ്റ്സ് ഒന്നും എഴുതിക്കൊള്ളുന്നില്ല. അതായത് ഐഡൻറ്റിഫിക്കേഷന് യൂസ് ചെയ്യുക എന്നുള്ള പോയിൻറ്റ്സ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഡിവിഷൻസും കാര്യങ്ങളും എഴുതാം. പിന്നെ നമ്മൾ പറഞ്ഞു എക്സൈനും ഇൻറ്റൈനും പറഞ്ഞു. പിന്നെ ഇൻറ്റൈന് നമ്മൾ അവിടെ വെച്ചു. പിന്നെ പറയുന്നത് ഫുള്ള് എക്സൈനെ കുറിച്ചാണ്. ഓക്കെ, ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ലെയർ ഉണ്ട് അല്ലേ? എക്സൈന് ഒന്നാണ് എന്ത്? സെക്സൈൻ, ഏറ്റവും പുറത്ത് കാണുന്ന സെക്സൈനും ഏറ്റവും ഉള്ളിലുള്ള നെക്സൈനും. സെക്സൈൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലാണ് എന്ത് കാണുന്നത്? സ്കൾപ്ചറിങ് കാണുന്നത് അല്ലേ? ഇതിലാണ് നമുക്ക് സ്കൾപ്ചറിങ് കാണുന്നത്. സെക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ ലെയറിലാണ്. നെക്സൈൻ എന്ന് പറയുന്നത് നോൺ സ്കൾപ്ചേർഡ് ആയിട്ടുള്ളൊരു ലെയറാണ്. ഈ നെക്സൈനിന് എന്തുണ്ട്? നെക്സൈൻ 1 നെക്സൈൻ 2 എന്നുള്ള N1 N2 എന്ന് പറയുന്ന ലെയേഴ്സൊക്കെ ഉണ്ട്. ഇനി നമ്മൾ സെക്സൈൻ്റെ എടുക്കുകയാണെങ്കിൽ സെക്സൈൻ എന്തുണ്ട്? 2 മെയിൻ പാർട്ടുണ്ട്. ഒന്ന് എന്താണ്? ടെക്റ്റും, പിന്നെ എന്താണ്? ബാക്കുലും. ഈ ടെക്റ്റം എന്ന് പറയുന്നത് ടെക്റ്റം ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അതിനാണ് എന്ത്? ടെക്റ്റം ഉള്ളതിന് നമ്മൾ ടെക്റ്റേറ്റ് എന്ന് പറയും, ഇല്ലാത്തതിനെ നമ്മൾ നോൺ ടെക്റ്റേറ്റ് എന്ന് പറയും. ഇനി ഈ ടെക്റ്റം ഉള്ളത് തന്നെ 2 രീതിയിലാവാം. ഒന്നുകിൽ പാർഷ്യലായിരിക്കും, അതിന് നമ്മൾ എന്ത് പറയും? സബ് ടെക്റ്റേറ്റ് എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ടുള്ളതിന് നമ്മൾ പെർടെക്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ബാക്കുല എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ലെയറാണ്, ഉള്ളിലുള്ള ലെയറാണ്. അത് ഒന്നെങ്കിൽ ചിലപ്പോൾ ടെക്റ്റത്തിൽ നിന്ന് ഹാങ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ടെക്റ്റത്തിൻ്റെ ഇടയിൽ ഉണ്ടാവാം. പിന്നെ പറഞ്ഞു ബ്രാഞ്ചഡ് അല്ലെങ്കിൽ ഡിസ്റ്റലി അല്ലെങ്കിൽ പ്രോക്സിമലി ബ്രാഞ്ചഡ് ആയിട്ടൊക്കെ ബാക്കുല കാണാം. ഓക്കെ, ബാക്കുല അല്ലെങ്കിൽ കോളുമല്ല. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ
സബ് ടെക്റ്റൈലിൻ്റെ കേസിൽ എന്തുണ്ടാവാം, ഇൻട്രാടെക്റ്റൈലായിട്ടുള്ള ബാക്കുല ഉണ്ടാവാം അല്ലേ. ടെക്റ്റത്തിൻ്റെ ലെയറിൻ്റെ ഇടയിൽ എന്തുണ്ടാവാം, ഇൻട്രാടെക്റ്റൈലായിട്ടുള്ള ബാക്കുല ഉണ്ടാവാം. പിന്നെ ഇൻഫ്രാടെക്റ്റൈലായിട്ടുള്ള ബാക്കുല ഉണ്ടാകും, അതായത് ടെക്റ്റത്തിൻ്റെ ലെയറിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇതാണ് ആ ഒരു സ്കൾപ്ചറിങ് കണ്ടോ, സൂപ്രാടെക്റ്റൽ പ്രോസസ്സസ് ആയിട്ട് ആ ഒരു സ്കൾപ്ചറിങ് കാണാം. പിന്നെ ഇത് ഇൻട്രാടെക്റ്റൽ ബാക്കുലയാണ്, അതായത് ടെക്റ്റത്തിൻ്റെ ഇടയിൽ കാണുന്ന ബാക്കുല. ഇത് ഇൻഫ്രാടെക്റ്റൽ ബാക്കുലയാണ്, അതായത് ടെക്റ്റൻ ലെയറിൻ്റെ താഴെ കാണുന്ന ബാക്കുല. അപ്പോൾ ഇത് രണ്ടും ചേർന്നാണ് എന്ത്, ടെക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ലെയേഴ്സാണ്, ഇതാണ് മൊത്തമായിട്ട് എന്താണ് ടെക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രാടെക്റ്റൽ ആയിട്ടുള്ള ബാക്കുലയാണ്. പിന്നെ ഇത് ഇൻഫ്രാടെക്റ്റൽ ബാക്കുലയാണ്. ഏറ്റവും താഴത്തെ ലെയറാണ് എന്ത്, നെക്സൈൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു എന്താ പറയുക, 2 മാർക്കിന് അത്യാവശ്യം കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എഴുതണം എന്ന് ഞാൻ പറയാം. ആദ്യം പറയുക എന്താ, എക്സൈൻ ഇൻറ്റൈൻ എന്ന് പറയുന്ന 2 ലെയർ ഉണ്ട് എന്നുള്ളത് എഴുതാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എക്സൈൻ ഇൻറ്റൈൻ എന്ന് പറയുന്ന 2 ലെയേഴ്സ് ഉണ്ട്. ഇത് ഏറ്റവും പുറത്തുള്ളതാണ്, ഇത് ഏറ്റവും ഉള്ളിലുള്ളതാണ്. ഈ എക്സൈൻ്റെ ഡിവിഷൻസ് പറയാം. ഇൻറ്റൈൻ്റെ പ്രത്യേകത എന്താണ്, അത്രത്തോളം റെസിസ്റ്റൻ്റ് അല്ല, പെട്ടെന്ന് അസറ്റോലൈസിസ് കാരണമൊക്കെ ഡിസ്ട്രോയ് ആയി പോകും. പിന്നെ പെക്ടോസെല്ലോസിക് വെച്ചിട്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ എക്സൈൻ എന്താണ്, സ്പോറോപോളനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്താണ്, റെസിസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ എഴുതാം. പിന്നെ എന്താണ്, സ്കൾപ്ചറിങ്, എക്സൈനിൽ സ്കൾപ്ചറിങ് ഉണ്ടെന്ന് എഴുതാം. പിന്നെ എക്സൈൻ്റെ ലെയേഴ്സ് എഴുതാം. എന്തൊക്കെ, സെക്സൈൻ എഴുതാം, നെക്സൈൻ എഴുതാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാം. സെക്സൈൻ എന്ന് പറയുന്നത് 2 ഉണ്ട്, 2 പാർട്ട് ഉണ്ട് എന്ന് എഴുതാം. ടെക്റ്റും ബാക്കുലും, ഏറ്റവും ഔട്ടറായിട്ടുള്ള ടെക്റ്റും ഏറ്റവും ഇന്നറായിട്ടുള്ള ബാക്കുലും. ഓക്കെ, ഇനി ഓരോ ടെക്റ്റേറ്റ്, പെർടെക്റ്റേറ്റ്, സബ് ടെക്റ്റേറ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ എഴുതാം. പിന്നെ ബാക്കുല, ഇൻട്രാടെക്റ്റൽ ബാക്കുല എന്താണ്, ഇൻഫ്രാടെക്റ്റൽ ബാക്കുല എന്താണെന്നും എഴുതാം. അത്രയൊക്കെ പോയിൻറ്റ്സ് മതിയാകും പോളൻ വാൾ ചോദിക്കുമ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാക്കിൽ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ലെയേഴ്സ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എഴുതാം. താങ്ക്സ് ഫോർ വാച്ചിങ്.